ഞാൻ മത്സരിക്കുന്ന എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കരക്കാരനായിരുന്നു. നമസ്കാരം ചേട്ടാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമരകം കീരിക്കുഴി ഷാപ്പിന് മുൻപിലാണ്. ഷാപ്പ് ഉടമ കൂടിയായ മോഹൻ ചേട്ടനാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഏറ്റുമാനൂരിലെ LDF സ്ഥാനാർത്ഥിയും നിലവിലെ മന്ത്രിയുമൊക്കെ ആയ VN വാസവൻ ചേട്ടനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു. ഒരു ഷാപ്പുമായി ബന്ധപ്പെട്ട് ഷാപ്പിലെ ജീവനക്കാരനായിരുന്നു, കറി വിൽപ്പുകാരനായിരുന്നു എന്നൊക്കെ. ഒരു ഷാപ്പ് ഉടമ കൂടിയായ താങ്കൾക്ക് അതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റുന്നു? ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏത് തൊഴിൽ ചെയ്തെങ്കിലും നമ്മൾ ജീവിതമാർഗം കണ്ടെത്തുന്ന പല തൊഴിലുകളും മോഷണം അല്ലാത്ത ഏത് തൊഴിലും ചെയ്ത് ജീവിക്കുന്നതിന് ആർക്കും ഒരു മടിയും ഇല്ലാത്ത അത്തരം ആളുകളാണ് ഇന്ന് രക്ഷപ്പെടുന്നത്. കാരണം ഒരു തൊഴിലല്ലെങ്കിൽ മറ്റൊരു തൊഴിലിലേക്ക് വരിക. എന്നെ സംബന്ധിച്ച് ഞാനൊരു ചെത്തൊഴിലാളിയായിരുന്നു. ഏതാണ്ട് 32 വർഷത്തോളവും ചെത്തൊഴിലാളി നിന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം വാസവൻ ചേട്ടനെ പറ്റി അത്തരം ആക്ഷേപങ്ങളും ആരോപണം പറയുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യം, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പം വാസവൻ ചേട്ടനെ പറ്റി വാസവൻ ചേട്ടൻ ഇവിടെ ബഹുഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് അവർ ഇപ്പം മറ്റ് ആരോപണങ്ങളോ അല്ല അഴിമതിയോ പറയാനില്ല. ഈ സർക്കാരിനെ പറ്റി പോലും പറയാനില്ല. പക്ഷേ അവർ നോക്കിയിട്ട് പിന്നെന്താണ് അവരിത് എവിടുന്നോ ചകഞ്ഞെടുത്ത് ഇപ്പം പഴയ ബയോഡറ്റ എടുത്ത്, അങ്ങനെ പഴയ ബയോഡറ്റ പലരുടെയും എടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ജാതിയോ മതമോ നോക്കിയാണോ നമ്മുടെ KR നാരായണൻ ഇന്ത്യൻ പ്രസിഡൻ്റായി, അതുപോലെ ഡോക്ടർ അബ്ദുൽ കലാം, ഇതെല്ലാം നമ്മൾ ജാതിയും മതവും നോക്കുന്ന അവരുടെ കഴിവുകൾ, ആ കഴിവുകളെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. ആ ആൾ ആരായിരുന്നു അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്തു എന്നുള്ളതല്ല. നേരെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ആരായിരുന്നു? ഇതിനെപ്പറ്റി ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറയാം? അദ്ദേഹം ചായ കച്ചവടക്കാരനായിരുന്നു എന്ന് പറയുന്നു. അതല്ലേ ശരി. അപ്പം ആ ഒരു തൊഴിലല്ല വിഷയം. ഒരു തൊഴിൽ പ്രധാന വിഷയമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തൊഴിലാണ് പ്രധാനമായും നമുക്ക് ആവശ്യം. ആ തൊഴിൽ ഏതായാലും ആ തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്തരം അപവാദങ്ങൾ പറഞ്ഞിട്ട് പോലും അത് വലിയ വൈറലാക്കി എടുത്തിട്ട് അതിലെന്തോ ഇതൊക്കെ വെറും തരം താഴ്ന്ന. ഇപ്പം വാസവൻ ചേട്ടൻ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കാരണം അത് വാസവൻ ചേട്ടൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗം. കാരണം ഇപ്പം എന്നെപ്പറ്റി ഒരു ആക്ഷേപം പറയുമ്പോൾ ഞാൻ ചെയ്ത കാര്യമാണ് ആയിക്കോട്ടെ, പക്ഷേ അത് പറയുന്ന ആൾ ആലോചിക്കണ്ടേ. മോഷണം ഒഴിച്ചുള്ള എല്ലാ തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. എല്ലാ തൊഴിലിനും ഏത് തൊഴിലാണേലും ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷ യാചിക്കുന്നു, അതും അവൻ്റെ തൊഴിൽ ഭാഗം. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാം എന്നുള്ള ധാരണയൊന്നും ആർക്കും ഉണ്ടാവണ്ട. അതായത് അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇപ്പം ഞങ്ങളുടെ കുമരകങ്കാടൊക്കെ കാര്യം പറയാം. കുമരകത്തെ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം വാസവൻ ചേട്ടൻ ഇവിടെ MLA ആകുന്ന സമയത്ത് ഇവിടെ വെള്ളം പൊങ്ങിപ്പോൾ, ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു വട്ടത്തുരത്തെ ഇരിക്കുന്ന പോലെ ഇരിക്കും ഈ കുമരകങ്കാർ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വെള്ളപ്പൊക്കം. വാസവൻ ചേട്ടൻ ആദ്യം ഇവിടെ MLA ആയപ്പോൾ ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടൊരു കാര്യം അതാ, ഞങ്ങൾക്ക് ഈ റോഡ് പൊക്കി ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കത്തും സഞ്ചാരയോഗ്യമായി തരണം. പ്രത്യേകിച്ച് ഈ റൂട്ട് ഇപ്പം ആലപ്പുഴ കോട്ടയം റൂട്ടാണ് പ്രധാനമായ ഒരു റൂട്ടായി മാറിയിരിക്കുക. അത് വാസവൻ ചേട്ടൻ MLA ആയിരുന്ന കാലത്ത് അത്തരം കാര്യങ്ങൾ വാസവൻ ചേട്ടൻ ചെയ്തു തന്നു. അത് ചെയ്തത് ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇത്രയും വർഷമായിട്ട് UDF LDF ഒക്കെ ഭരിച്ചിട്ടും പാലത്തിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഈ പാലത്തിലൊന്നും ആ പാലം ഇന്ന് കുമരകത്തിൻ്റെ ഒരു യശസ്സിനെ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ളൊരു പാലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ബീഫാണോ തിളയ്ക്കുന്നത്? ബീഫ് റോസ്റ്റാണ്. നാടൻ ബീഫ്. എത്ര കാലമായി തൊഴിൽ? ഞാനിപ്പം ഷാപ്പിലെ പാചകം ചെയ്യാൻ തുടങ്ങി ഏകദേശം 4 വർഷം. 17ാമത്തെ വയസ്സ് തൊട്ട് ഷാപ്പ് ഫീൽഡാണ്. ബന്ധപ്പെട്ട മറ്റു ഓക്കെ ആകുന്നു. ഇപ്പം നമ്മൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. കൃത്യമായിട്ട് വാടക കൊടുക്കാൻ എനിക്ക് പറ്റിയത് ഈ തൊഴിൽ. തീർച്ചയായിട്ടും 1 രൂപ മിച്ചം പിടിക്കാൻ പറ്റിയതും എനിക്ക് ഈ തൊഴിൽ. ഒരുപാട് തൊഴിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നും വിജയിച്ചില്ല. ഭക്ഷണം ഉണ്ടാക്കി കറി ഉണ്ടാക്കി വിതരണം ചെയ്തതിലൂടെ എന്താ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി? അത് എന്നെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്, കഴിക്കുന്നവർ വരുന്നുണ്ട്. അപ്പൊ ആ കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇതുണ്ടല്ലോ, സംതൃപ്തി, അതാണ് നമുക്ക് ഏറ്റവും ഇത്. പലരും കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണേലും പല സ്ഥലത്തും വന്നിട്ടുണ്ട്. ഈ അടുത്തൊരു വിവാദ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടായിരുന്നല്ലോ. അത് പെൺകുട്ടിയുടെ വ്യക്തിപരമായിട്ട്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പോലും ചായക്കടക്കാരനായിരുന്നല്ലോ. ഏത് തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്. പിന്നെ വാസവൻ ചേട്ടൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവാണ്. ഷാപ്പിൽ എത്ര കാലമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 2 മാസമായി. ഷാപ്പിൽ ജോലി ചെയ്യുന്നത് ഒരു മോശം കാര്യമായിട്ട് തോന്നുന്നു? മോശം കാര്യമല്ല, കഷ്ടപ്പെട്ട് ജീവിക്കണമെന്നാണ് താല്പര്യം. ആരെയും ചെന്ന് പിടിച്ച് പറിക്കാതെയും ആരെയും ഉപദ്രവിക്കാതെയും നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കണമെന്നാണ് അഭിപ്രായം.
നമ്മുടെ ഏറ്റുമാനൂരിലെ MLA-യും സഹകരണ മന്ത്രിയും ഒക്കെ ആയ വാസവൻ ചേട്ടൻ ഷാപ്പിലെ കറിക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് ഒരു അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? അതിനെപ്പറ്റി എന്ത് പറയുന്നു? അതിനെക്കൂടി നമുക്ക് മോശമായ രീതിയിൽ അവർ സംസാരിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അത് കഷ്ടപ്പെട്ടാലും അതൊരു പണിയല്ലേ, ജീവിക്കാനുള്ള മാർഗം. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അല്ലാതെ നമ്മൾ ഷാപ്പിലോ അല്ലെങ്കിൽ വേറെ ഒരു മറ്റുള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഞാനതൊരു ആശയമായിട്ട് ചിന്തിക്കുന്നില്ല. നല്ല കാര്യം. അതുപോലെ തന്നെ ഞാനൊരു വ്യക്തിയാണ്. നമ്മളെല്ലാം ഞാൻ മത്സരിക്കുന്ന എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മന്ത്രിയായിട്ടുള്ള വാസവൻ സാർ തന്നെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ജോലി ഒരു ഷാപ്പിലെ കറിക്കാരനായിരുന്നു. പക്ഷെ ഇവർ എത്ര ഇത് പറഞ്ഞാലും ഇത് തീർച്ചയായിട്ടും എല്ലാം ഭൂരിപക്ഷം മുൻപുള്ളത്തിൽ ഭൂരിപക്ഷത്തിൽ വാസവൻ ചേട്ടൻ ജയിക്കും.